സർവേഷാം കൃതേ നമസ്കാരഃ. ഇന്നത്തെ ഛന്ദഃ മാലിനി. ലക്ഷണം നനമയയുതേയം മാലിനി ഭോഗിലോകൈഃ. ഈ മാലിനി ഛന്ദസ്സിൽ വരുന്ന ഗണങ്ങൾ രണ്ട് നഗണം, മഗണം, പിന്നെ രണ്ട് യഗണം. അങ്ങനെ 15 അക്ഷരങ്ങളോട് കൂടി മാലിനി വൃത്തം വരികയാണ്. ലക്ഷണത്തിൽ തന്നെ നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും. 15 വർണ്ണങ്ങൾ അവിടെ ഉണ്ട്. അതിൽ ഫസ്റ്റ് 2 നഗണവും പിന്നെ മഗണവും പിന്നെ ലാസ്റ്റ് 2 യഗണവും. അങ്ങനെ മാലിനി. ഇതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. അതുലിത ബലധാമം സ്വർണശൈലാഭദേഹം ധനുജനമകൃഷാനും ജ്ഞാനിനാമഗ്രഗണ്യം സകല ഗുണനിതാനം വാനരാണാമധീശം രഘുപതി വരദൂതം വാതജാതം നമാമി. എല്ലാ ലൈനിലും 15 വീതം അക്ഷരങ്ങളുണ്ട്. ആദ്യത്തെ ലൈനിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുലിത ബലധാമം സ്വർണശൈലാഭദേഹം. ഒന്ന് നോക്കാം. ആ ഹ്രസ്വം, അതുകൊണ്ട് ലഘു. തു ലഘു, ലി ലഘു. അങ്ങനെ സർവലഘു ഏതു ഗണമാണ്? നഗണം. പിന്നെ ത ബ ല സർവലഘുവാണ്, വീണ്ടും നഗണം. അപ്പോൾ മാലിനിയിലെ ന ന എന്നീ 2 ഗണങ്ങൾ ഇവിടെ വന്നു. പിന്നെന്താ? ധ മം സ്വ. ധ എന്നുള്ളത് ദീർഘാണ്, ഗുരു. മം അനുസ്വാര സഹിതം, അതുകൊണ്ട് ഗുരു. സ്വ എന്നതും ഗുരുവാണ്, കാരണം അടുത്തത് സംയുക്താക്ഷരം. അങ്ങനെ സർവഗുരു മഗണം. പിന്നെ ഇർണ ശൈല. ഇർണ എന്നതിലെ ഹ്രസ്വ ഋകാരമായതുകൊണ്ട് ലഘു. ഷൈ എന്നത് ദീർഘം, അതുകൊണ്ട് ഗുരു. ല ദീർഘം, ഗുരു. അങ്ങനെ ആദിലഘു യഗണം. അടുത്തതും ആദിലഘു തന്നെ വരണം. ഭദേഹം അല്ലെ? ഭ ലഘു, മറ്റു 2 ദീർഘവും അനുസ്വാര സഹിതവുമാണ്, അതുകൊണ്ട് ഗുരുക്കൾ. അങ്ങനെ അവസാനം 2 യഗണങ്ങളോട് കൂടി മാലിനി വൃത്തം പൂർത്തിയാവുകയാണ്. ഓക്കെ, സിമ്പിളാണ്. നമുക്ക് ആ ഗണങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ ഈ അക്ഷരങ്ങളുടെ ഹ്രസ്വ ദീർഘം എങ്ങനെ എടുക്കണം എന്നതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. നനമയയുതേയം മാലിനി ഭോഗിലോകൈഃ. ഇങ്ങനെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ലക്ഷണങ്ങൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ബാക്കി 3 ലൈനിൻ്റെ ട്രൈ ചെയ്ത് നോക്കുക. ധന്യവാദ.